മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം. കൂട്ടായി വരും എന്റെ കൂടെ വരും. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം. കൂട്ടായി വരും എന്റെ കൂടെ വരും. മാറാത്തവൻ എന്റെ യേശു. വാക്കു പറഞ്ഞവൻ യേശു. മാറാത്തവൻ എന്റെ യേശു. വാക്കു പറഞ്ഞവൻ യേശു. മുൻപിൽ ചെങ്കടലോ പിൻപിൽ വൻവൈരിയോ എൻ ജീവപാതയിൽ എന്നെ തടയുമ്പോൾ. മുമ്പിൽ ചെങ്കടലോ പിൻപിൻ വൈരിയോ എൻ ജീവപാതയിൽ എന്നെ തടയുമ്പോൾ. എന്നെ വിളിച്ചവൻ എന്നെ അറിഞ്ഞവൻ മോശയിൻ ദൈവമൻ കൂടെ വരും. എന്നെ അറിഞ്ഞവൻ എന്നെ വിളിച്ചവൻ മോശയിൻ ദൈവമൻ കൂടെ വരും. മാറാത്തവൻ എന്റെ യേശു. വാക്കു പറഞ്ഞവൻ യേശു. മാറാത്തവൻ എന്റെ യേശു. വാക്കു പറഞ്ഞവൻ യേശു. അധ്യക്ഷൻ വിശ്വാസികളെ സ്നേഹവന്ദനം. ഒരിടത്ത് ഒരു മരുഭൂമി ഉണ്ടായിരുന്നു. അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് അവിടെ വെള്ളമില്ലായിരുന്നു. അവര് എല്ലായിടത്തും നോക്കിയിട്ട് ഒരു നല്ലോണം മണ്ണിൽ തുരന്ന് നോക്കി. എന്നിട്ടും അവർക്ക് വെള്ളമില്ലായിരുന്നു. അപ്പോൾ അവര് ദൈവത്തിനോട് അല്ലേറിങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്ക് വെള്ളം തരണേ, ദൈവമേ വെള്ളമില്ലാത്ത രാജ്യം പട്ടിണിയായി പോലോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആകാശത്തിന്റെ ഒരു വലിയ ഇടിമിന്നൽ വന്നു. അപ്പൊ അവർക്ക് നല്ലോണം സന്തോഷമായി തുള്ളിക്കളിച്ചു. പിന്നെ ആ മഴ വരാൻ തുടങ്ങി. നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മള് ദൈവത്തിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ആമേൻ. അത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 33-ാം വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ എന്നാലും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യേശു മറുപടി പറഞ്ഞു, യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇടയിലായാലും ഒരിക്കലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. പക്ഷെ യേശു പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി കൂകുമ്പോ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. ആര് പറഞ്ഞാണ് നടന്നത്? പത്രോസ് പറഞ്ഞാണോ യേശു പറഞ്ഞാണോ? യേശു പറഞ്ഞാണ് നടന്നത്. സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഓബദ്യ, യോനാ, മീഖാ, നെഹൂം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സഖര്യാവ്, മലാഖി, സഫന്യാവ്, ഹഗ്ഗായി, സഖര്യാവ്, മലാഖി. ഇവയാം പഴയ നിയമ പുസ്തകങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, പ്രവൃത്തികൾ, റോമർ, കൊരിന്ത്യർ 2 ഗലാത്യർ, എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ 1-2 തെസ്സലോനിക്കർ, തീമോഥെയോസ് 1-2 തീത്തോസ്
പത്രോസ് ഫിലോമോൻ എബ്രായർ യാക്കോബ് ലേഖനങ്ങൾ പത്രോസ് 1 2 യോഹന്നാൻ 2 3 യൂദ വെളിപ്പാടിവ പുതുനിയമം പുതുനിയമം പുതുനിയമം. എന്നെ സഹായിക്കുവാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കുന്ന ഒരു യേശുദാൻ നിൽക്കുന്നു. ദൈവത്തിന്റെ ഏത് പദ്ധതിക്കും വിരുദ്ധമായി വിഘടനമായി എതിർദിശയിൽ നിൽക്കുന്നു സാത്താന്റെ. രണ്ടൊരു അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട്. ദൈവം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാത്താൻ എന്നെ അല്ലെങ്കിൽ വിശ്വാസിയെ അടുപ്പിക്കാനായിട്ടില്ല, വലിച്ചടുപ്പിക്കുവാൻ തക്കവണ്ണം അവൻ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, വാക്കുകൾ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുവാൻ കഴിയുന്നവർക്ക് ഏറ്റെടുക്കാം. ദൈവം നമ്മെ എന്നെ അടുപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ ഒരു പടി കൂടി കടന്ന് അവനിലേക്ക് എന്നെ വലിച്ചടുപ്പിക്കുവാൻ അവന്റെ പദ്ധതികൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്ത് നല്ല പദ്ധതി എനിക്ക് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസിക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതിന്റെ എതിർ ദിശ, ഓപ്പോസിറ്റ് ദിശയിലേക്ക് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ പറ്റുമെങ്കിൽ പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി അവൻ എന്തൊക്കെ കെണികൾ ഒരുക്കുമോ അതൊക്കെ ഒരുക്കും. പലപ്പോഴും നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് തീർത്ത് ഒലിച്ച് മാറിപ്പോയി കടപുഴകി വീഴുമ്പോഴേ പലത് സത്യവും നമ്മൾ അറിയും.